ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ബീഫ് കുറുമ എങ്ങനെ ആക്കണമെന്നൊക്കെ നിങ്ങൾ നെക്സ്റ്റ് ടൈം ഇറച്ചിക്കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. നെയ്ച്ചോർക്ക് ചൊല്ലാണ്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടിങ്ങനെ നെയ്ച്ചോർക്കും പിന്നെ അതേപോലെ ചപ്പാത്തിക്ക് പത്തിരിക്ക് പൊറോട്ടത്തേക്കെല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കുറുമായിട്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ചിക്കനിലാക്കാം, മട്ടണിലാക്കാം, അതേപോലെ ബീഫിലും ആക്കാം, ഏതിലും നിങ്ങൾ ആക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ട്രൈ ആക്കി നോക്കും. എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത് ഫസ്റ്റ് ഞാനിവിടെ കുക്കർ വെച്ചിട്ട് അതിൽ നിങ്ങൾ കോക്കനട്ട് ഓയിൽ വെത്തി കൊടുക്കണം. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു പീസ് കെത്തി, അതേപോലെ ഒരു 2-3 ലവങ്ക, 2 ഏലക്കി, ഇത്ര കണ്ടല്ലേ നിങ്ങൾക്ക് 2-3 ഏലക്കി അതിലാട്ടി ആര വേണ്ട. അതിൽ പിന്നെ 2 മീഡിയം സൈസിലെ നീരുള്ളി അതിലൊട്ടിക്ക് ഉപയോഗിച്ചപ്പോൾ നീരുള്ളി ഇത് ചെറുതല്ല, സാധാരണ വെല്ലുള്ളി 2 നീരുള്ളി ഇട്ടേ. ഇത് ഞാനിപ്പോൾ 1/2 kg ബീഫിലാക്കി കാട്ടേ. നിങ്ങൾക്ക് 1 kg എടുക്കുന്നെങ്കിൽ ഇതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾ ഡബിൾ ആക്കിയിട്ട് എടുത്തെങ്കിൽ. അപ്പോൾ നീരുള്ളി നല്ല കാഞ്ഞിട്ട് വരണം. അതിൽ പിന്നെ ഞങ്ങൾ എടുക്കുക ഇഞ്ചി, വെല്ലുള്ളി, പച്ചമുളക് ഇത്ര ഞങ്ങൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ആക്കിയിട്ട് എടുത്തെങ്കിൽ നീരുള്ളി നല്ല കായിട്ട് കാഞ്ഞിൽ പിന്നെ ഞങ്ങൾ അത് ഇട്ടെങ്കിൽ കാരത്തുക്ക് ഞങ്ങൾ ഇതിക്ക് പച്ചമുളകും പിന്നെ ഉപയോഗിച്ച് നല്ല മുളകുടെ പൊടി മാത്രം ഇട്ടേ. അപ്പോൾ ಬೇನೆತ್ರ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല മുളകും പിന്നെ അതേപോലെ പച്ചമുളകെല്ലാം നിങ്ങൾ ಬೇನೆത്ര ഇട്ടെങ്കിൽ അപ്പോൾ ഇത് മൂന്നും കൂടി വലിയ സ്പൂണിൽ ഫുള്ളായിട്ട് ഒരു 2 സ്പൂണും പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ ഒട്ടിക്കിട്ട് ഇഞ്ചി, വെല്ലുള്ളി, പച്ചമുളക്. അപ്പോൾ ഇഞ്ചി വെല്ലുള്ളി ഇട്ടിട്ട് അതേപോലെ അത് നല്ല കാഞ്ഞിൽ പിന്നെ ടൊമാറ്റോ ഇട്ടെങ്കിൽ ടൊമാറ്റോ 2 ടൊമാറ്റോ ഇട്ടേ. ടൊമാറ്റോ ഇട്ടിട്ട് പിന്നെ കായണോണ്ടില്ല അതിലൊട്ടിക്ക് ഞങ്ങൾക്ക് ബീഫ് ഞാൻ ക്ലീൻ ആക്കി വെച്ച് അത് 1/2 kg അത് ഇട്ട് കൊടുക്കേ. ഇട്ടിട്ട് ഞങ്ങൾ അതിലൊട്ടിക്ക് ഒരു പൊട്ടാറ്റോ വലിയ സൈസിലുള്ള ഒരു പൊട്ടാറ്റോ അത് ഞങ്ങൾ വലിയ പീസാക്കിയിട്ട് കട്ടാക്കി പൊട്ടാറ്റോ അല്ല. ഇത് ഞങ്ങൾ ഒരു പാതി വേവുമ്പോൾ ഞങ്ങൾ ഇത് എടുക്കുക. അതല്ലെങ്കിൽ ഞങ്ങൾ ഇറച്ചി പാതി വെന്തൽ പിന്നെ ഇട്ടെങ്കും ആവും. ഇല്ലെങ്കിൽ അലക്ക് ഇങ്ങനെ കളങ്ങറ് ഇറച്ചി വേവോലെ ബേക്കറെങ്കിൽ ചിലപ്പോൾ അത് കളങ്ങറ്. അത് പിന്നെ ഉപ്പിട്ട് കൊടുത്തേ. പിന്നെ നല്ല മുളക് പൊടി അതൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തേ. നോക്കിയിട്ട് വേണുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ ഇട്ട് കൊടുക്കുക. കാരക്കോരുടിയെങ്കിൽ പിന്നെ നോക്കിയിട്ട് ഇട്ടെങ്കിൽ. അപ്പോൾ ഈ നല്ല മുളക് പൊടി ഇടുമ്പോൾ ഞങ്ങൾ എപ്പം ഫ്രഷ് ഔത്തിലെ പൊടിച്ചിട്ട് ഇട്ടത് നല്ലേ. ഞങ്ങൾ ഇപ്പം അങ്ങാട്ട് കൊണ്ടുണ്ടെങ്കിൽ അത് അത്ര നല്ലേക്കില്ല. അത് പൊടിക്കുമ്പോൾ ചെറിയ തരിയോട് കൂടെ പൊടിച്ചെങ്കിൽ അപ്പമേ നല്ല ടേസ്റ്റ്. ഞങ്ങൾ ഫ്രഷ് പൊടിച്ചിട്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് അവിടെ നല്ല മിക്സ് ആക്കിയിട്ട് ഇനിയിപ്പോൾ തണ്ണി വിത്തി കൊടുക്കുക. തണ്ണി ചുമ വേണ്ട, കണ്ടല്ലേ ഇറച്ചി അവർ മുങ്ങിയിട്ട് എനിക്കിടത്ര അത്രമേയോ മൂടി വെച്ചിട്ട് നല്ല വേപ്പട്ടി എടുത്തെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചെങ്കിൽ ഇറച്ചി വേഗ വേവില്ല. ഫസ്റ്റ് ഒരു വിസിൽ നല്ല ഹൈ ഫ്ലെയിമിൽ പോയിട്ട് അതിൽ പിന്നെ തീ ചെറിയാക്കി വെച്ചെങ്കിൽ വേഗ വേവിടും. അതവിടെ ഇട്ടിട്ട് അതിൽ പിന്നെ ഒരു 10-12 കാഷ്യൂ തെളിനേരം തണ്ണിയിൽ നനച്ചിട്ട് വെച്ചിരുന്നേ. അതും പിന്നെ അതിലൊട്ടിക്ക് ഒരു 1/2 കപ്പ് തേങ്ങ രണ്ടും കൂടി മിക്സിയിലിട്ടിട്ട് നല്ല ഒന്ന് തണ്ണി വിറ്റിട്ട് നല്ല നൈസായിട്ട് എത്ര നൈസാവും അതുപോലെ നൈസായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ഒരു 10-12 കാഷ്യൂ അത്ര മയ്യാവും. അപ്പോൾ ഇത് തേങ്ങ ഇവിടെ അരച്ചെടുത്തേ. നിങ്ങൾ ഇറച്ചി ആരെടുക്കണമെങ്കിൽ തേങ്ങ പിന്നെ ഇതെല്ലാം തിരി ആരെടുത്തെങ്കിൽ അപ്പോൾ ഇറച്ചി ഇവിടെ വെന്തിട്ട് വന്നിട്ട് അപ്പോൾ ഇതാ വേറൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തേ. ഇനിയിപ്പോൾ നിങ്ങൾ അരച്ച് തേങ്ങയുടെ പേസ്റ്റ് ഉണ്ടല്ലേ അതും ഇട്ടിട്ട് തണ്ണി വിറ്റി കൊടുക്കുക. നോക്കിയിട്ട് വേണം എത്ര ഗട്ടിയിൽ വീണോ ಅದಕ್ಕೆ ಬೇನತ್ರ ತಣ್ಣಿ ನೋಕಿಟ್ಟು ಬಿತ್ತಿಂಗೈತೆ. ಚೊಮ್ಮೆ ಲೂಸ್ ಹಾಕಂಡ ತಿಲ್ಲು ತಿಕ್ಕಾയിട്ട് വീണു. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടിക്കറ്. അപ്പോൾ നല്ല പായക്കെട്ടിത് തേങ്ങ എല്ലാം കുട്ടിയിൽ പിന്നെ വേനത്ര തണ്ണി തെല്ല തണ്ണി എക്സ്ട്രാ ബീത്തറ പിന്നെ നല്ല പായക്കൊണിത്. അപ്പോൾ ഈ ഒരു ഇറച്ചി പാതി വെന്തൽ പിന്നെ പൊട്ടാറ്റോ ഞാൻ എടുത്ത് വെച്ചിരുന്നത് കൊറിയ പീസ് അത് ഇതാ ഈ ടൈമിൽ ഇട്ട് കൊടുക്കറേ. ഇനിയിപ്പോൾ നിങ്ങൾ ಇದಕ್ಕೆ പുളിക്ക് വേനായിട്ട് ഒരു പാതി ലിംബെ നിങ്ങൾ പുളി നോക്കിയിട്ട് അത് എത്ര വേനുണ്ട് ഒരു 1/2 ലിംബെല്ലാം മയ്യാവതാ. അതിൽ പിന്നെ ഇനിയിപ്പോൾ നല്ല പായച്ചിൽ പിന്നെ എക്സ്ട്രാ ഒരു ടേസ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു അരക്കപ്പും ഇല്ല അതിനെക്കാട്ടി ഒരു തെല്ല് കുറടി നല്ല തിക്കായിട്ടുള്ള തേങ്ങരപ്പാൽ ഇതിക്ക് ബീത്തി കൊടുക്കറേ. കണ്ടല്ലേ അപ്പോൾ ഈ ഒരു തേങ്ങരപ്പാൽ ബീത്തുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടിക്കറേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ഫസ്റ്റ് തേങ്ങ അരച്ച് കൂട്ടറല്ലോ അതേ മെയ്യാവും കണ്ടെങ്കിൽ അതിൽ മെയ്യാക്കാം. തേങ്ങരപ്പാൽ ബീത്തിനെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടിക്കറ് ഒരു എക്സ്ട്രാ ടേസ്റ്റിക്ക്. അപ്പോൾ ഇത് തേങ്ങരപ്പാൽ ബീത്തിൽ പിന്നെ പായപ്പാട്ട് തീരാ ഇതിനെ ഓഫ് ആക്കിര ഇത്ര മയോ നല്ല ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തെങ്കിൽ പായപ്പാട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഇതിക്ക് തെല്ല് കൊത്തമ്പരി സൊപ്പ് ഇടണോ. അതിൽ പിന്നെ ഇതിക്കൊരു ഒഗ്ഗരണ ഇടണോ. കൊത്തമ്പരി സൊപ്പ് ഞങ്ങൾ തെല്ല് കൊത്തമ്പരി സൊപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കൂടായിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിക്കൊരു ഒഗ്ഗരണ ഇടണം. ഇതിക്ക് ഒഗ്ഗരണ മിസ്സാക്കണ്ട. അത് നെയ്യിൽ ഞങ്ങൾക്ക് തെല്ല് നീരുള്ളി തെല്ല് വറുത്തിട്ട് എടുക്കണം. അപ്പോൾ ഇതാ ഒരു പാൻ വെച്ചിട്ട് തെല്ല് നെയ്യ് ബീത്തി കൊടുക്കുക. അതിക്ക് ഞങ്ങൾ നീരുള്ളി ഒരു പാതി നീരുള്ളി അത് ഞങ്ങൾ പൊടിയായിട്ട് കട്ടാക്കിയിട്ട് ഇതിൽ നല്ല ഗോൾഡൻ കളർ ആക്കിയിട്ട് അത്രത്തോളം വറുത്തെടുക്കണം. ഇതിലൊട്ടിക്ക് നിങ്ങൾ ക്യാഷ്യൂ ഇട്ടെങ്കിൽ ക്യാഷ്യൂ ഇടാം. അപ്പോൾ ഇത് നിങ്ങൾ മിസ്സാക്കണ്ട. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ നെയ്യിൽ ഇത് വറുത്തിട്ടിടും നീരുള്ളി. ക്യാഷ്യൂ ഒരു 4-5 ക്യാഷ്യൂ ഇട്ട് കൊടുത്തേ. അപ്പോൾ ഇതാ ഒരു ഗോൾഡൻ കളർ ആക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ അതുപോലെ ആക്കിയിട്ട് ഞങ്ങൾ കുറുമത്തി ബീത്തി കൊടുത്തെങ്കിൽ അപ്പോൾ ഞങ്ങൾ കുറുമ ഇതാ റെഡി ആയിട്ട് ബീഫ് കുറുമ. ഇത് ഞങ്ങൾ നച്ചുന്ന പോലെ മട്ടണിലും ആക്കാം. മട്ടണിൽ നല്ല ടേസ്റ്റ് ആയിട്ട് ഗ്രീനും ടേസ്റ്റ് ചെയ്യും. മട്ടണിലും ചിക്കനിലും ബീഫിലും ഏതിലും ഞങ്ങൾ ആക്കാം. കണ്ടറില്ലേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് കുറുമ ആയിട്ടിക്കറ്. നെയ്ച്ചോർക്ക് സൂപ്പർ ടേസ്റ്റ് ചെയ്യും. നെയ്ച്ചോർക്ക് മാത്രമല്ല നച്ചുന്ന പോലെ പത്തിരിക്കും പിന്നെ ചപ്പാത്തിക്ക് പൊറോട്ടത്തിക്ക് എല്ലാത്തിക്കും ഈ ഒരു ഗട്ടിയിൽ വേണിത് ചുമ ലൂസ് ആക്കണ്ട തെല്ല് തിക്കായിട്ട് വീണു. അപ്പമേ നല്ല ടേസ്റ്റ് ആയിട്ടിക്കറ് അടിപൊളി ടേസ്റ്റ് ആയിട്ടിക്കറ്. നിങ്ങൾ എല്ലാവരും ട്രൈ ആക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം നിങ്ങൾ കാണുമ്പോൾ വന്നാവും
നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് കുറുമ. അപ്പോൾ കണ്ടറല്ലേ നിങ്ങൾ ആക്കി നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരം പേർക്കിടെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൊരു, കമൻറ്റ് ആക്കൊരു. അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിಗೆ എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ. ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിൽ മുട്ടമയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ആക്കൂ. ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.